നാരങ്ങ വിളക്ക് തെളിയിച്ച് ഈ ധ്യാന ശ്ലോകം ജപിച്ചാൽ രാഹുർദോഷ ശമനവും ശത്രുദോഷ പരിഹാരവും. രാഹുദോഷ ശാന്തിക്കായി ദേവീക്ഷേത്രത്തിൽ സമർപ്പിക്കുന്ന വഴിപാടാണ് നാരങ്ങാവിളക്ക്. ഹോമത്തിന്റെ ഫലമാണ് നാരങ്ങാവിളക്ക് സമർപ്പണത്തിലൂടെ ലഭിക്കുന്നത്. ഉദ്ദിഷ്ടകാര്യസിദ്ധിക്കും വിവാഹടസ്സം നീങ്ങുന്നതിനും ശത്രുശല്യവും ദുരിതങ്ങളും അകലുവാനും നാരങ്ങാവിളക്ക് തെളിയിക്കുന്നത് ഉത്തമമാണ്. ചൊവ്വ, വെള്ളി ദിവസങ്ങളില് നാരങ്ങാവിളക്ക് തെളിയിക്കുന്നത് ഏറ്റവും നല്ലതാണ്. നാരങ്ങാവിളക്ക് തയ്യാറാക്കുന്ന വിധം: നാരങ്ങ നടുവേ പിളർന്ന ശേഷം നീര് കളയണം. തുടർന്ന് പുറംതോട് അകത്തുവരതക്ക രീതിയിൽ ചിരാതുപോലെയാക്കണം. ഇതില് നെയ്യോ നല്ലെണ്ണയോ ഒഴിച്ചു തിരി തെളിക്കാം. തെളിക്കുന്ന നാരങ്ങാവിളക്കിന്റെ എണ്ണം ഒറ്റസംഖ്യയിലായിരിക്കണം. എത്ര നാരങ്ങ എടുക്കുന്നുവോ അതിലൊരു നാരങ്ങയുടെ പകുതി ഉപേക്ഷിച്ചാലും മതി. 5, 7, 9 എന്നീ ക്രമത്തിലാണ് നാരങ്ങാവിളക്ക് തെളിക്കുന്നത്. നവഗ്രഹങ്ങളിലൊന്നായ രാഹു പൊതുവിൽ അനിഷ്ടകാരിയാണ്. നിത്യേനയോ ചൊവ്വ, വെള്ളി ദിനത്തിലോ രാഹുകാലസമയത്ത് നാരങ്ങാവിളക്ക് തെളിച്ച് പ്രാർത്ഥിക്കുന്നത് രാഹുദോഷശാന്തിക്കുള്ള ഉത്തമ മാർഗമാണ്. ദേവീക്ഷേത്രത്തില് നാരങ്ങാവിളക്ക് തെളിച്ച ശേഷം ദേവീപ്രീതികരമായ മന്ത്രങ്ങള്, ലളിതാ സഹസ്രനാമം എന്നിവ ജപിക്കുന്നത് അത്യുത്തമമാണ്. നാരങ്ങ വിളക്ക് തെളിയിച്ച് കുറത്ത് 3 തവണ ഈ ലളിതാ സഹസ്രനാമധ്യാനം ജപിക്കുന്നത് അതീവ അനുഗ്രഹദായകമായ കർമ്മമാണ്. എത്ര നാരങ്ങാവിളക്ക് കത്തിച്ചിരിക്കുന്നുവോ അത്രയും തവണ ഈ ധ്യാനശ്ലോകം ജപിക്കുന്നത് രാഹുർദോഷ ശമനത്തിനും ശത്രുദോഷ പരിഹാരത്തിനും മാത്രമല്ല, രോഗദുരിത ശമനത്തിനും കുടുംബാഭിവൃദ്ധിക്കും അങ്ങേയറ്റം പ്രയോജനകരമാണ്. ഓം സിന്ദൂരാരുണ വിഗ്രഹാം ത്രിനയനാം മാണിക്യമൗലി സ്ഫുരത് താരാനായകശേഖരാം സ്മിതമുഖി മാപീനവശോരുഹാം പാണിഭ്യാമളി പൂർണ്ണരത്നചഷകം മൃദോൽപലം ബിഭ്രതീം സൗമ്യാം രത്നഗടസ്ഥ രക്തചരണാം ധ്യായേത് പരാമംബികാം.